എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇന്ത്യക്കാർ വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഹരിയാന ഇലക്ഷൻ റിസൾട്ടുകൾ നമ്മളെ അത്രത്തോളമാണ് ഞെട്ടിച്ചിരിക്കുന്നത്. നമ്മളെ സാധാരണക്കാരെ മുതൽ അവിടുത്തെ പാർട്ടിക്കാരെ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, BJP എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു ഇലക്ഷൻ റിസൾട്ട് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഹരിയാന ഇലക്ഷൻ റിസൾട്ട് മാത്രമായിരുന്നില്ല ഇന്നുണ്ടായിരുന്നു, മറിച്ച് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷൻ റിസൾട്ട് കൂടി ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം ഉദ്വേഗജനകമൊന്നുമല്ലായിരുന്നു. എങ്ങനെയാണോ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ചത്, കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് JNKയിലെ റിസൾട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഇലക്ഷന് അതിൻ്റെ അകത്ത് മത്സരിച്ച് ജയിച്ച പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒരു സീറ്റ് നിലവാരം ഞാൻ പറയാം. അതായത് ബാക്കി സ്വതന്ത്ര കാര്യങ്ങളൊന്നും അധികം ഞാൻ പറയുന്നില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ സീറ്റ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഇലക്ഷൻ നേടിയിട്ടുള്ളത് 56 മണ്ഡലങ്ങളിൽ മത്സരിച്ച JKNC അഥവാ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടി 56ൽ 42 സീറ്റുകളിലും ജയിച്ചിട്ടുണ്ട്. ഇതിന്റെ നേതാവായിട്ടുള്ളത് ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹം തന്നെ ഇത്തവണ ജമ്മു ആൻഡ് കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യും. തൊട്ട് താഴെ BJP 62 സീറ്റിൽ മത്സരിച്ചു, 29 സീറ്റിൽ ജയിച്ചു. താഴെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 38 സീറ്റിൽ മത്സരിച്ചു, 6 സീറ്റിൽ ജയിച്ചു. അതിനും താഴെ PDP JK-PDP ആണ് 81 സീറ്റിൽ മത്സരിച്ചു, 3 സീറ്റിലാണ് ജയിച്ചത്. പിന്നീട് മറ്റ് സ്വതന്ത്രമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി 7 സീറ്റിൽ മത്സരിച്ചു, 1 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1 സീറ്റിൽ മത്സരിച്ചു, അതിലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM കൂടെ ഇന്ത്യ സഖ്യത്തിലാണ് വരുന്നത്. മൊത്തം കൂടെ ഇന്ത്യ സഖ്യത്തിന് 49 സീറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അവിടെ രൂപീകരിച്ച് ഈ ഇന്ത്യ സഖ്യമായിരിക്കും ഭരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ളയായിരിക്കും. ഇതിനു മുമ്പ് അവസാനമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് 2014 അല്ലേ. അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് കാണാൻ പറ്റിയത് ഒന്നാമത്തത് PDP. അന്ന് PDPക്ക് 84ൽ 28 സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് PDP 81 സീറ്റുകളിൽ മത്സരിച്ച് 3 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നാഷണൽ കോൺഫറൻസിന് ആകപ്പാടെ 85ൽ 15 സീറ്റ് മാത്രമായിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 56 സീറ്റിൽ മത്സരിക്കുകയും 42 സീറ്റുകൾ നേടുകയും ചെയ്തു. അതുപോലെ തന്നെ BJPയുടെ കാര്യം പറയുവാണെങ്കിൽ 75 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2024 വരുമ്പോഴേക്കും 62 സീറ്റിൽ മത്സരിച്ച് 29 സീറ്റ് നേടാൻ സാധിച്ചു. അതായത് മത്സരിച്ച മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു, നേടിയ സീറ്റിന്റെ എണ്ണം കൂടുകയും ചെയ്തു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം പറയുവാണെങ്കിൽ 86 സീറ്റിൽ മത്സരിച്ച് 12 സീറ്റായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷനിലേക്ക് വരുമ്പോഴേക്കും അത് 38 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റ്. അതായത് മത്സരിച്ച സീറ്റിന്റെ എണ്ണം ഏകദേശം പകുതിയായി, നേടിയ സീറ്റിന്റെ എണ്ണം ഏകദേശം പകുതിയായി. അത് സമാസമമാണ്. പക്ഷേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഹരിയാന ഇലക്ഷൻ ഫലത്തിലേക്ക് വരാം. 2 ദിവസം മുമ്പായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സിറ്റ് പോൾ ഫലത്തിൽ എന്തായിരുന്നു പറഞ്ഞു നോക്കുവാണെങ്കിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷമായിട്ടുള്ള 46 സീറ്റുകൾക്ക് മുകളിൽ പോകും. ഓൾമോസ്റ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ അതിനും മുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അതിനും മുകളിലായിട്ടുള്ള വൻ വിജയമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 60 സീറ്റ്, കേവല ഭൂരിപക്ഷമാകാൻ വേണ്ടി 46 സീറ്റ് മതി, മൊത്തം കൂടെ 90 സീറ്റാണുള്ളത്. അപ്പോൾ 62 സീറ്റിൽ മുന്നേറുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമൊന്നും ആയിരുന്നില്ല. അങ്ങനെ AICCയുടെ ആസ്ഥാനത്തൊക്കെ തുടക്കത്തിൽ വലിയ ആഘോഷങ്ങളായിരുന്നു. അതൊക്കെ നമ്മൾ TVയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഏതാനും കുറച്ച് മണിക്കൂറുകളിൽ കൂടുതൽ റൗണ്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അപ്പാടെ മാറിമറിയുകയാണ്. പതുക്കെ കോൺഗ്രസിന്റെ ലീഡ് നില കുറയുകയാണ്. അത്രയും താഴെ കിടന്നിരുന്ന BJP പതുക്കെ ഉയർന്നു വരികയാണ്. പിന്നീട് കണ്ടത് സമാസമമായിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു. 40-41 അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ അവസാനം എന്തായി? BJP 47 സീറ്റിന് കേവല ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ 37 സീറ്റിനും അതുപോലെ തന്നെ ലോക്ദൾ പാർട്ടി 2 സീറ്റിനും പിന്നെ 3 സ്വതന്ത്രം ജയിക്കുകയാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒന്നാമത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ 2024 ഹരിയാന ഇലക്ഷൻ എന്നാണ്. പക്ഷേ അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ BJP ആണ്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി എന്താണ്, അതിൻ്റെയൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ ഈ ഒരു കാര്യം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. BJP വളരെയേറെ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഈ 2024 മുമ്പ് നടന്നിട്ടുള്ള ഇലക്ഷൻ 2019 5 വർഷം മുമ്പായിരുന്നു അല്ലേ. ഈ 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഇലക്ഷന് BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. 2019 BJPക്ക് 40 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. BJP ജനതാ പാർട്ടി ഒരു 10 സീറ്റിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു 2019. അതുപോലെ തന്നെ ഒരു 7 MLAമാരുമായിട്ട് സഖ്യം ചേർന്നിട്ടായിരുന്നു BJP ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ 40 സീറ്റേ കിടന്ന BJP ആണ് നേരെ 48ലേക്ക് വന്നിട്ടുള്ളത്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസിന് പരാജയപ്പെട്ടിട്ടുള്ളത്? എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു അല്ലേ. ഈ ഗുസ്തി താരങ്ങളുടെ സമരം, ഈ കർഷക സമരം,
ആ ഒരു എല്ലാ കാര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായിട്ടും എവിടെയാണ് കോൺഗ്രസിന് പാളിച്ച പറ്റിയെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കോൺഗ്രസിന് പറ്റിയ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം എന്താണെന്നറിയാവോ? ജാട്ട് സമുദായത്തെ കൂടുതലായിട്ട് വോട്ടിന് വേണ്ടി വോട്ട് ബാങ്ക് ആയിട്ട് ആശ്രയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂനപക്ഷ പ്രീണനം എന്നല്ലേ. ഇവിടുത്തെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഹരിയാനയിലെ ഒരു ന്യൂനപക്ഷമാണ് ജാട്ട് ജനവിഭാഗം അഥവാ ജാട്ട് സമുദായം എന്നുള്ളത്. അവർ പരമ്പരാഗതമായിട്ട് കർഷകരും അതുപോലെ തന്നെ ഈ കന്നുകാലി വളർത്തലൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അവരൊരു 35% വരെ പോപ്പുലേഷനൊക്കെ വരുന്നുണ്ടെന്നാണ് പല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇന്ത്യ ത്രൂ ഔട്ട് കാണുന്ന ഒരു രീതിയാണ് ന്യൂനപക്ഷ പ്രീണനം. അതായത് ന്യൂനപക്ഷം കുറഞ്ഞ ശതമാനമാണ്. അപ്പോൾ അവരെ മൊത്തത്തിൽ ഒന്ന് പ്രീണനപ്പെടുത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മിണ്ടൂല, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗവൺമെന്റ് മൊത്തത്തിൽ വർക്ക് ചെയ്യും, ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രീണനപ്പെടുത്തിയാൽ ആ സമുദായത്തിന്റെ ആ ന്യൂനപക്ഷത്തിന്റെ മൊത്തം വോട്ട് ഇങ്ങോട്ട് മറിയുമല്ലേ. അപ്പോൾ അത് തന്നെ വലിയൊരു ഫാക്ടറായി ഗവൺമെന്റിനെ അല്ലെങ്കിൽ ആ പാർട്ടിയെ ജയിക്കാനുള്ള വലിയൊരു ഫാക്ടറായി മാറുകയും ചെയ്യും. ഇത് കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും നടക്കുന്ന ഒരു കഥ തന്നെയാണ്. എല്ലാ സംസ്ഥാനത്തും അല്ലെങ്കിൽ കേന്ദ്രത്തിലും എവിടെയാണെങ്കിലും ലോകമെമ്പാടും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണല്ലേ. അപ്പോൾ ഈ കളി ഈ കോൺഗ്രസ് ഇവിടെ എടുക്കുകയാണ്. ഈ ജാട്ട് ജനവിഭാഗത്തെ ഒന്ന് പ്രീണനപ്പെടുത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വോട്ടല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് കൂടുതലായിട്ടും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്തോ പ്രീണനപ്പെടുത്തിക്കോ അതല്ല പ്രശ്നം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? മറ്റ് ഇതര ജാട്ട് സമുദായങ്ങളെയും ദളിത് സമുദായങ്ങളെയും ജനറൽ കാറ്റഗറിയിലും OBCയിലും അതുപോലെ തന്നെ അഗർവാൾ വോട്ടേഴ്സ് ഉണ്ട്, അഗർവാൾ ബെൽറ്റിൽ ഉൾപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലേ, ഇവരെയൊക്കെ അപ്പാടെ അവഗണിച്ച് കംപ്ലീറ്റ് ഫോക്കസ് ഈ ജാട്ട് ജനവിഭാഗത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ ജാട്ട് ജനവിഭാഗത്തെ ഫോക്കസ് ചെയ്തപ്പോൾ മറ്റവരെ തഴഞ്ഞു. അവർക്കും തുല്യ പരിഗണന കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചേരാം. പക്ഷെ കോൺഗ്രസ് ചെയ്തില്ലല്ലേ. ഈ ഒരു സമയത്ത് BJP ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആരെയൊക്കെയാണ് കോൺഗ്രസ് തഴഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഒഴിവാക്കി ഇങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കാതെ നിന്നത് അവരെല്ലാം ഈ BJP കൃത്യമായിട്ട് പരിഗണിക്കുകയാണ്. BJP ആണല്ലോ അവിടെ ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ BJP അവിടെ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോയിട്ട് ഈ സമുദായങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളെയൊക്കെ പ്രീണനപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ ആകപ്പാടെ പെട്ടുപോകും. അല്ലെങ്കിൽ പ്രീണനം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നിൽക്കരുത് അല്ലേ. അപ്പോൾ ഇത് വലിയ പരാജയമായിട്ട് കോൺഗ്രസിന് മാറുകയാണ്. കോൺഗ്രസ് ആരെയൊക്കെയാണോ തഴഞ്ഞത് അവിടെ BJP വർക്ക് ചെയ്ത് അവരുടെ എല്ലാം വോട്ട് BJPക്ക് ലഭിക്കുകയാണ്. ഈ അഗർവാൾ ബെൽറ്റിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹരിയാനയിലെ സ്ഥലങ്ങളായിട്ടുള്ള ഗുരുഗ്രാം, അതുപോലെ ഫരീദാബാദ്, റിവാരി, മഹേന്ദ്രഗർ ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ BJP ഇവിടെയൊക്കെ ഇറങ്ങി കളിക്കുകയാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. പക്ഷെ അപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് മറ്റേ ജാട്ട് കമ്മ്യൂണിറ്റിയെ ഹഗ് ചെയ്ത് പിടിക്കാം എന്ന് മാത്രമായിരുന്നു. ഇവരെ കൂടെ ഹഗ് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ, ആലിംഗനം ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് പുഷ്പം പോലെ ജയിക്കായിരുന്നു. പക്ഷെ ചെയ്തില്ല. ആ സമയത്ത് BJP കളത്തിലിറങ്ങി കളിച്ച് ആ വോട്ട് മൊത്തം തൂക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഹരിയാന കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഉടലെടുത്തിട്ടുള്ള ചേരിതിരിവാണ്, തർക്കങ്ങളാണ്, അല്ലെങ്കിൽ തമ്മിലടിയാണ്. അതിന്റെ കാരണമായി മാറിയത് എന്താണ്? ഈ ജാട്ട് സമുദായത്തെ ഓവറായിട്ട് പ്രീണനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ്. അതായത് ഇവിടെ ഭൂപീന്ദർ സിംഗ് കൂടെയാണല്ലോ ജാട്ട് സമുദായത്തെ കൂടുതലായിട്ട് പ്രീണനപ്പെടുത്തി അവരുടെ വോട്ട് തരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിനുവേണ്ടി ചെയ്ത കാര്യം, ഒന്നാമത്തെ എല്ലാ വാഗ്ദാനങ്ങൾ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ. അപ്പൊ കൂടെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ലിസ്റ്റിൽ 70ഓളം അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ളവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. കുറെ ജാട്ട് സമുദായത്തെ മത്സരിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈക്കമാൻഡിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. എന്തായാലും കൂടെ പറഞ്ഞിട്ടുള്ള പ്രകാരം 70ഓളം പേരെ മത്സരിപ്പിക്കുകയാണ്. പക്ഷേ ഇതേ സമയത്ത് കോൺഗ്രസിന് സംഭവിച്ച അബദ്ധം എന്നാൽ കുമാരി ഷെൽജയെ വെറുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ പിണക്കിയാണെന്നുള്ളത്. ആരാണ് കുമാരി ഷെൽജ എന്ന് നോക്കുവാണെങ്കിൽ വലിയ ലീഡറാണ്, കോൺഗ്രസിന്റെ ലീഡറാണ്. അതുപോലെ തന്നെ ദളിത് സമുദായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള വ്യക്തിയാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ വോട്ട് ചെയ്യും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഈ ദളിത് ബെൽറ്റിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് കുമാരി ഷെൽജ എന്നുള്ളത് അല്ലേ. കുമാരി ഷെൽജ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേരെ മത്സരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ കൊടുത്തിട്ടുള്ള 70 ലിസ്റ്റ്, ആ ലിസ്റ്റിൽ 70 പേരെ ഈ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചല്ലേ. പക്ഷേ കുമാരി ഷെൽജ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ വെറും 9 പേര്, അതായത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 9 പേരെ മാത്രമാണ് കോൺഗ്രസ് അപ്രൂവ് ചെയ്ത് മത്സരിപ്പിക്കാൻ ഇടയായത്. അത് വലിയ ചതിയല്ലേ. ഇത് കുമാരി ഷെൽജയെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വെറുപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ഇതിൽ കുമാരി ഷെൽജയ്ക്കുള്ള അതൃപ്തി അവർ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ഷന് മുമ്പ് മാനിഫെസ്റ്റോ അഥവാ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുമല്ലോ, അത് വലിയൊരു ഈവന്റ് ആയിട്ടാണ്, ലോഞ്ച് ഈവന്റ് ആയിട്ടാണല്ലേ സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലീഡർ ആയിട്ടുള്ള കുമാരി ഷെൽജ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിൻ്റെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. പല ക്യാമ്പയിനുകളും, അതായത് പല പ്രചാരണ യാത്രകളും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൂഡയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഘർ ഘർ കോൺഗ്രസ്. അതായത് എല്ലാ വീടുകളിലും പോയിട്ട് ഗ്രൗണ്ട് റൂട്ടിൽ ഇറങ്ങിയിട്ട് കോൺഗ്രസ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ക്യാമ്പയിൻ ആയിരുന്നു ഘർ ഘർ കോൺഗ്രസ് എന്നുള്ളതല്ലേ. പക്ഷേ കുമാരി ഷെൽജ, രൺദീപ് സുജർവാല, കിരൺ ചൗധരി ഇവരൊരു ബെൽറ്റ് ആണല്ലേ. അപ്പൊ ഇവർ ആ ക്യാമ്പയിന് സഹകരിച്ചില്ല, മറിച്ച് ഇവർ മറ്റൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ്.
അതായത് കോൺഗ്രസ് സന്ദേശ് യാത്ര എന്ന് പറയുന്ന ക്യാമ്പയിൻ, സെപ്പറേറ്റ് ക്യാമ്പയിൻ ഇവർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഈ ജാട്ട് കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് പ്രീണനപ്പെടുത്തി ഈ ദളിത് സമുദായത്തെ തഴയുകയാണ്, അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം വലുതായിട്ട് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. കുമാരി ഷെൽജ എന്നാ ഇവരങ്ങോട്ട് തോക്കട്ടെ എന്നൊരു മൈൻഡ് അവരെടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ആ ദളിത് വിഭാഗത്തെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞത് തുല്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പുഷ്പം പോലെ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ തന്നെ 60 സീറ്റിലും ജയിക്കായിരുന്നു. പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനം ഈ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. അതിന്റെ അകത്ത് തന്നെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. 3 ഇലക്ഷൻ പ്രചാരണ വേളകളിൽ കോൺഗ്രസ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വലിയൊരു ആയുധമായിട്ട് ഇക്കാലം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് കർഷക ബില്ല്, അതിനെതിരെയുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തത് ഗുസ്തി താരങ്ങളുടെ സമരമാണല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആയുധം തന്നെ ഒരുപാട് തവണ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറ്റുക? അത് അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയില്ല, അതിന് തേയ്മാനം സംഭവിക്കും. ഒരു വാള് വെച്ച് കുറെ നമ്മൾ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു വെട്ടർ വാള് വെച്ച് കുറെ തടിവെട്ടി കഴിയുമ്പോൾ അതിന്റെ മൂർച്ച പോകും, നമ്മൾ വീണ്ടും മൂർച്ച കൂട്ടണം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയാണെങ്കിൽ അത് തന്നെയാണല്ലേ. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കോൺഗ്രസ് ഒന്നാമത്തെ കർഷക ബില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം മുമ്പ് നടന്ന സംഭവമാണ്. കൃത്യമായിട്ട് ആ ഒരു ബില്ല് കേന്ദ്ര സർക്കാർ റിവോക്ക്, അത് പിൻവലിക്കുക വരെ ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഹരിയാനയും ഡൽഹി അടുത്തടുത്താണ്. ഹരിയാനയിൽ നിന്നൊക്കെ ഒരുപാട് കർഷകർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്താണ് ചിന്തിച്ചത്? ഇതൊരു കർഷക സംസ്ഥാനമാണ് ഹരിയാന എന്നുള്ളതല്ലേ, പഞ്ചാബൊക്കെ പോലെ തന്നെ. അപ്പോൾ കർഷകരെ കൂടുതലായിട്ട് ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത്, നിലകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകർ കൂടുതലായിട്ട് വോട്ട് ചെയ്ത് അങ്ങനെ ജയിക്കാവുന്നതാണ്. പക്ഷേ ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. വരാൻ പോകുന്ന ഹരിയാന ഇലക്ഷനിൽ BJP ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഈ കർഷക ബില്ലിനെ ചുറ്റിപ്പറ്റിയാണ്. അതും പറഞ്ഞുകൊണ്ടാണെന്ന് BJPക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലേ. കാരണം ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്. ബാക്കി എല്ലാം പോലെയല്ല, ഭക്ഷണമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും കർഷകരെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കർഷകരെയാണല്ലേ. അതുകൊണ്ട് തന്നെ BJP തുടക്കം മുതലേ പ്ലാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. BJP ഈ ഒരു വാദങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് വിടുകയാണ്. അതായത് ആർക്കൊക്കെയാണോ ഇതുമൂലം വിരോധമുള്ളത്, പ്രധാനമായിട്ടും കർഷകർ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങളൊക്കെ ആയിരിക്കും അല്ലെ, അവരെ കേന്ദ്രീകരിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പ്രധാനമായിട്ടും അവരുടെ കുടുംബങ്ങളിൽ അവർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള കാർഡുകളും അതുപോലെ തന്നെ കിസാൻ പരിരക്ഷ തുടങ്ങിയ ഒരുപാട് സ്കീമുകളൊക്കെ അവതരിപ്പിച്ച് അവരെ ഇങ്ങനെ പ്രീണനപ്പെടുത്തിയാണ്. ലിറ്ററലി ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് പ്രീണനം തന്നെയാണ്, ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ്. സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സ് ഇറ്റ്സെൽഫ് ഈസ് എ ഗെയിം അല്ലേ. അതുപോലെ തന്നെ ഇവരുടെ പ്രദേശങ്ങളുണ്ടല്ലോ, ഇവർ പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണല്ലോ ജീവിക്കുന്നത്. അതുപോലെ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊന്നും തോന്നില്ല, പക്ഷെ അവിടെ വെള്ളം എത്താൻ പാടായിരിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പോലും ഉണ്ടാകത്തില്ല. ഈ സാധനങ്ങളൊക്കെ ഈ കർഷകർ ഉൾപ്പെടുന്ന ജനവിഭാഗത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണ്. അവിടുത്തെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കൂളുകൾ, അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളൊക്കെ ഫോക്കസ് ചെയ്തു. BJPക്ക് ഇത് ഫോക്കസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഗവൺമെന്റ് ആരാണ്? BJP തന്നെയാണല്ലേ. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇതിലൊക്കെ ആർക്കാണോ പ്രശ്നമുള്ളത്, അതായത് ഈ വാദങ്ങളെല്ലാം വഴിതിരിച്ചു വിടുകയാണ്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കേണ്ടവരാരാണോ? നിങ്ങളെ ദ്രോഹിച്ചില്ലേ, നിങ്ങളെ കണ്ടു, കർഷകരുടെ കാര്യം പറഞ്ഞു, ഇത് ചെവി അടഞ്ഞു പോകുന്ന രീതിയിൽ മറ്റ് വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഇതിനെല്ലാം മറികടക്കുകയാണ്. അതുപോലെ പറയാൻ വിട്ടുപോയത്, ഈ വെള്ളത്തിന്റെയും ടോയ്ലറ്റിന്റെയും ഒപ്പം ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യം എന്താണ്? ആരോഗ്യ പരിരക്ഷ അല്ലെ, ഹെൽത്ത് കെയർ വേണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമാണ് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുകയാണ്. ഇവിടെ കോൺഗ്രസ് വിചാരിച്ചതിന് നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കോൺഗ്രസ് എന്താണ് വിചാരിച്ചത്? കർഷക ബില്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർഷകരും, കർഷകരുടെ കുടുംബങ്ങളും, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും, അവരെ ബന്ധപ്പെടുത്തി ജീവിക്കുന്നവർ എല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നല്ലേ. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞ കാര്യം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. BJP അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ വർഷാവർഷമായിട്ട് ഇങ്ങനെ ചെറിയ പടിപടി വെച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവസാനം അതിലവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും വന്നത് ഈ ജാട്ട് സമുദായത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാണ്. മറിച്ച് BJP ഇവരുടെ ഇടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്താണ് ഇവരുടെ മെന്റാലിറ്റി, ഇവരെന്താണ് പറയുന്നത്, കർഷകർ എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളെങ്കിലും ഈ കോൺഗ്രസിന് മനസ്സിലാക്കി അത് പരിഹരിച്ച് അതൊന്നും അല്ല, ഇതിന്റെ സത്യാവസ്ഥയെങ്കിലും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. എവിടുന്ന് അവർ കംപ്ലീറ്റ് ജാട്ട് സമുദായത്തിലല്ലേ ഫോക്കസ് ചെയ്തത്. കർഷക സമരത്തിനൊപ്പം ഏറ്റവും കൂടുതൽ ആയുധമാക്കിയ മറ്റൊരു സമരമാണ് ഗുസ്തി താരങ്ങളുടെ സമരം. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിനേഷ് ഫോഗട്ട് നമ്മളുടെ അഭിമാന ഗുസ്തി താരമാണ്, ഇന്ത്യയുടെ കർഷക സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ ഇവിടെ മത്സരിച്ച് ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ചിട്ടുമുണ്ട് കേട്ടോ. വളരെയേറെ അഭിനന്ദനമാണ്. നമ്മളുടെയൊക്കെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ മോട്ടിവേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജയത്തിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അല്ലാതെ ആര് ജയിച്ചാലും തോറ്റാലും ഹരിയാന എനിക്ക് ഒന്നുമില്ല. പക്ഷേ ഒറ്റൊരാളുടെ ജയത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നത്, വിനേഷ് ഫോഗട്ട് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും MP ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആയിരുന്നു ഈ ഗുസ്തി ഫെഡറേഷന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അയാളാണ് ഈ കൊച്ചു കുട്ടികളെ അടക്കം, അവിടെ ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ വന്ന കൊച്ചു കുട്ടികളടക്കം റേപ്പും പീഡനം ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആരോപണത്തിന് വിധേയനായിട്ടുണ്ടായിരുന്നതല്ലേ. ആ ഹരിയാന മണ്ഡലത്തിലാണ് ഇത് പറഞ്ഞിട്ട് അവർക്ക് വോട്ട് നേടാൻ പറ്റാത്തതെന്ന് പറയുമ്പോഴേക്കും വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ആയുധം, നമ്മളൊരു കത്തി, കറിക്കരിയുന്ന കത്തി ആയിരിക്കുമല്ലേ, പക്ഷെ അത് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മൂർച്ച കുറയും, അത് വീണ്ടും രാഗി മിനിക്കേണ്ടി വരും. അപ്പോൾ ഒരു സാധനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ
രാഷ്ട്രീയ പാർട്ടികൾ ഓർക്കേണ്ടതാണ്. ജനങ്ങൾ ചിന്തിക്കും ഇതെന്തുകൊണ്ടാണ് ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് വേറൊന്നും പറയാനില്ല എന്ന്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് പാർലമെന്റിൽ 10 മണ്ഡലങ്ങളാണ് ഹരിയാന എന്നുള്ളത്. 5 മണ്ഡലങ്ങൾ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നടന്നിട്ടുള്ള ഇലക്ഷന് കംപ്ലീറ്റ് BJP ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ BJP 5 സീറ്റ് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം നടത്തുന്നതായിട്ടാണ് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇതുമൂലമാണ്. അത് കർഷക ബില്ലിനെതിരെയുള്ള അതുപോലെ ഗുസ്തി താരങ്ങളുടെ സമരത്തിനെതിരെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് എല്ലാവരും വിചാരിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വീണ്ടും അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതായത് പുലി വരുന്നേ അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ ഈ 5 സീറ്റ് വീണ്ടും തിരിച്ചു പിടിച്ചപ്പോൾ എന്താ കോൺഗ്രസ് വലിയ മുന്നേറ്റമായിരിക്കും ഇവിടെ നടത്താൻ പോകുന്നതെന്ന് വന്നിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് എലമെന്റ് ഒക്കെ വരുമല്ലോ. പക്ഷേ നേരെ നമ്മൾ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. BJPയുടെ ഒരു സ്ട്രാറ്റജിക് ഡൊമിനൻസ് ഉണ്ടായിരുന്നു മറ്റ് കമ്മ്യൂണിറ്റീസിന്റെ പുറത്തല്ലേ. അതായത് ഈ കോൺഗ്രസിന് ജാട്ട് സമുദായത്തിന്റെ പുറത്ത് മാത്രമായിരുന്നു സ്ട്രാറ്റജിക് ഡൊമിനൻസ് ഉണ്ടായിരുന്നത്, ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ BJP മൊത്തം കളമാറ്റി പിടിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണം പറയുവാണെങ്കിൽ BJP ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. അതായത് ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെയൊക്കെ ഒരു മുഖമായിട്ട് നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവരികയാണ്. നയാബ് സിംഗ് സൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയേറെ എല്ലാ കമ്മ്യൂണിറ്റീസിനോട് ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അഹിർവാൾ വോട്ടേഴ്സ്, അഹിർവാൾ ബെൽറ്റിലൊക്കെ അത്രത്തോളം ശക്തി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കോൺഗ്രസ് അവരെ തഴയുകയും ചെയ്തു, ഈ സൈനി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തല്ലേ. ഇതിനു മുമ്പുള്ള ക്യാമ്പയിനുകളുടെ മുഖമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ മനോഹർലാൽ ഖട്ടർ ആയിരുന്നു. മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയിട്ടാണ് നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നാണ് BJPക്ക് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ സൈനിയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു വോട്ടേഴ്സ് ഉണ്ടല്ലോ, അത് കോൺഗ്രസ് തഴഞ്ഞ വോട്ടേഴ്സ്, അവരെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കോൺഗ്രസിന് തന്നെ കുത്തിയേനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാൻഡിഡേറ്റ്സിന് കുത്തിയേനെ, അങ്ങനെ ഇങ്ങനെ പോയേനെ, സ്പ്ലിറ്റ് ആയിട്ട് പോയേനെ ആകപ്പാടെ. പക്ഷേ ഇവരെല്ലാം ഏകീകരിപ്പിച്ച് BJPയിലേക്ക് വോട്ട് കുത്താൻ പ്രേരിപ്പിക്കാനായിട്ട് ഈ സൈനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് BJPക്ക് മറ്റ് ജാട്ട് ഇതര കമ്മ്യൂണിറ്റീസിൽ അത്രത്തോളം ഡൊമിനൻസ്, ഒരു മേൽക്കൈ ഇവിടെ ഈ ഇലക്ഷന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും അവരെ വിജയത്തിലേക്ക് നയിച്ച കാര്യം. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം അമിതമായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാതെ BJP ഇവിടെ എല്ലാവരെയും ഒരുപോലെ, നിങ്ങൾ എല്ലാവരും എൻ്റെ പൊന്നുമക്കളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു പൊളിറ്റിക്കൽ ഗെയിം ഉപയോഗിക്കുകയാണ്. ഈവൻ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആരാണ്? OBC അതുപോലെ ബ്രാഹ്മിൻസ് മാത്രമാണ്. അതല്ലാതെ കോൺഗ്രസ് ഇതുപോലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രം കൂടുതലായിട്ട് പ്രയോജനത്തിന് വേണ്ടി കുത്തികയറ്റി അങ്ങനത്തെ പരിപാടിയൊന്നും അവർ ചെയ്തിട്ടില്ലായിരുന്നു. എങ്ങനെയാണോ അവർ സ്ഥാനാർത്ഥി പട്ടിക ഇത്രയും നാൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കി. ഏറ്റവും നല്ല പ്രവർത്തകൻ ആരാണോ അവരെ അതിലേക്ക് ഇട്ടു. അല്ലാതെ ഇന്ന കമ്മ്യൂണിറ്റിയാണ്, നമ്മൾ കമ്മ്യൂണിറ്റിയെ പ്രയോജനപ്പെടുത്തണം, അവർ ചെറിയ പ്രവർത്തകരാണ് എന്നാലും നമ്മൾ സീറ്റ് കൊടുത്ത് ആ പരിപാടി ഇവിടെ BJP ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. ഇവിടെ പഠിക്കേണ്ട കാര്യം, എല്ലാ പാർട്ടിയും, അതായത് എല്ലാ സംസ്ഥാനത്തുള്ള പാർട്ടി ആകട്ടെ, ഇലക്ഷൻസ് ആകട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ ആകട്ടെ, ലോക്സഭ ഇലക്ഷൻ ആകട്ടെ, ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ചെയ്യാം. പക്ഷെ അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളെ പ്രീണനപ്പെടുത്തി തന്നെ നിർത്തണം, അല്ലെങ്കിൽ പ്രീണനപ്പെടുത്താനേ പോകരുത്. ഈ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതം, ജാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് തൊട്ടാ കൈപൊള്ളുന്ന ഒരു എലമെന്റാണ്. അവരെ ഒരു വോട്ട് ബാങ്ക് ആയി കണ്ടുകൊണ്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രീണനപ്പെടുത്തി നിൽക്കുന്ന സമ്പ്രദായം വരുമ്പോഴേക്കും 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത് വിവരമുള്ള ജനങ്ങളാണ്. അവർ മനസ്സിലാക്കും ഞങ്ങളെ പ്രീണനപ്പെടുത്തി നിർത്തുന്നത് ഇവരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്, അവർ തിരിഞ്ഞു അല്ലെ, പാല് കൊടുത്ത കൈക്ക് തന്നെ അവർ തിരിഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മറ്റ് ഇതര സമുദായങ്ങൾക്ക് നിങ്ങൾ പാർട്ടിക്കാരോട് വെറുപ്പാകും എന്ന് പറഞ്ഞാൽ അവരെ മാത്രം പ്രീണനപ്പെടുത്തി ഞങ്ങളെ മറ്റേ എല്ലാ കേസും കാര്യങ്ങളും ഞങ്ങളെ വേട്ടയാടുന്നു, ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ഞങ്ങൾ ജയിപ്പിച്ചാൽ എന്തിനാണ്, അവർ തന്നെ ജയിപ്പിച്ചോളും, ഞങ്ങൾ ഇന്ന മറ്റേ രാഷ്ട്രീയ പാർട്ടിക്ക് കുത്തുന്നു എന്നും പറഞ്ഞിട്ട് മറ്റ് ഇതര മത അല്ലെങ്കിൽ സമുദായ വിഭാഗങ്ങൾ നേരെ തിരിഞ്ഞു വോട്ട് ചെയ്യും, മറ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് വലിയൊരു പാഠമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ പാർട്ടികളിലും വരാൻ പോകുന്ന എല്ലാ ഇലക്ഷനിലും മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖ പാർട്ടികൾക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.